ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവരുടെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളുടെ രാശിയിൽ പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇതിൽ കുറച്ച് ഗുണവുമുണ്ട്, കുറച്ച് ദോഷവുമുണ്ട്. ദോഷം വലിയ കുഴപ്പമില്ലാത്ത ദോഷം തന്നെയാണ്, ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾ ജീവിത പങ്കാളിയുമായി അകന്നു കഴിയേണ്ട സാഹചര്യം വരുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരു സ്വരച്ചേർച്ചയില്ലായ്മയിലൂടെ നിങ്ങൾ അകന്നു കഴിയാം. അതല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾ മാറി താമസിക്കേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കന്മാർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ട് ഭാര്യയ്ക്ക് അവരെ നോക്കാനായിട്ട് സ്വഗൃഹത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഏതു വിധത്തിലായാലും നിങ്ങളൊന്ന് അകന്നു കഴിയേണ്ട സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ചില രോഹിണി നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യനില അത്ര കണ്ട് നല്ലതല്ല, മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നൊക്കെ ഭക്ഷണം വാങ്ങി കഴിക്കുക ഒക്കെ ചെയ്യുന്നത് ഒന്ന് സൂക്ഷിക്കുക. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ഡോക്ടറെ കണ്ട് വിദഗ്ധ ഉപദേശം തേടി മരുന്നുകൾ സേവിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ ആരോഗ്യനില വളരെ മോശമായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആകാനുള്ള സാധ്യത ഏറെയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത്, ധനപരമായിട്ട് കാലം വളരെ അനുകൂലമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ജോലിയിലായിക്കോട്ടെ മറ്റ് ബിസിനസ്സിലൊക്കെ ആയിക്കോട്ടെ വരുമാന വർധനവുണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം കാണുന്ന സമയമാണ്. ചില ബിസിനസ്സുകാരൊക്കെ വാങ്ങിച്ചിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഷെയർസ് ആയിക്കോട്ടെ മറ്റു ഇതര ബിസിനസ് ആയിക്കോട്ടെ, ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കൂട്ടു ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നത് ഗുണകരമായിരിക്കില്ല. നിങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിരിക്കും ഗുണകരം. അല്ലെങ്കിൽ തുടങ്ങുന്നവരൊക്കെ അത് ഒന്ന് ഹോൾഡ് ചെയ്യുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ ധാരാളം ഉള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് ശത്രുക്കൾ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകുന്ന കണ്ടിട്ട് ശത്രുത ഉള്ളവരോ കുശുമ്പുള്ളവരോ ഒക്കെ അത് തകരാൻ വേണ്ടി ചില്ലറ വേലകളൊക്കെ ചെയ്യുന്നതാണ്. അകന്ന് നിന്നവരൊക്കെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ദീർഘനാളായിട്ട് നിങ്ങളുമായിട്ട് രമ്യതയിലല്ലാത്ത ആൾക്കാരൊക്കെ പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ലോഹ്യം കൂടാൻ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിവതൊന്ന് അകറ്റി നിർത്തുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സാമ്പത്തിക ഇടപാടുകളൊക്കെ കരുതലോടുകൂടി വേണം ചെയ്യാനായിട്ട്. സുഹൃത്തുക്കള മുഖാന്തരമോ ബന്ധുജനങ്ങൾ മുഖാന്തരമോ ഒക്കെ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. കഴിയാവുന്നതും നേരായ മാർഗത്തിലുള്ള ബിസിനസ്സുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുക. ആർക്കെങ്കിലൊക്കെ പണം കൊടുക്കുമ്പോൾ ബോണ്ടുകളോ അല്ലെങ്കിൽ ചെക്കുകളോ ഒക്കെ എഴുതി വാങ്ങിക്കുന്നതായിരിക്കും ഗുണകരം. അല്ലെങ്കിൽ കൊടുത്ത പണം കിട്ടാതെ വരാനുള്ള സാഹചര്യം, ചതിയിൽപ്പെടാനുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് കർഷകർക്കൊക്കെ വളരെ ഗുണകരമായ ഒരു സമയമാണ്. കർഷകർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകുന്നൊരു സമയമാണ്. കാർഷിക വൃത്തിയിൽ നിന്ന് നിങ്ങളുടെ കുറച്ച് നാളായിട്ടുണ്ടാകുന്ന കടബാധ്യതയൊക്കെ നിങ്ങളുടെ ആ വരുമാനം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. കുടുംബത്തിലെയോ മറ്റ് സുഹൃത്തുക്കൾ മുഖാന്തരമോ ഒക്കെ ചില സാമ്പത്തിക ബാധ്യതകൾ നിങ്ങളുടെ തലയിൽ വന്ന് പെടുന്നതാണ്. നിങ്ങളത് ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ അശ്രദ്ധരായിരിക്കാം, അവരെ സഹായിക്കാൻ വേണ്ടിയായിരിക്കാം. ഏതു വിധത്തിലായാലും നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത അവരുടെ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. പൊതുരംഗത്തൊക്കെ ശ്രദ്ധേയമായ നേട്ടമാണ് കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായ സമയമാണ്. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും. സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. ഈശ്വര കടാക്ഷം കൂടുതലായിട്ട് കാണുന്നൊരു സമയമാണ്. ഭഗവാൻ നിങ്ങളെ സദാ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
എന്നാൽ തൊഴിൽ രംഗത്തൊക്കെ തർക്കങ്ങൾ നിങ്ങൾക്ക് ധാരാളം തർക്കങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് നിങ്ങൾ കാലാന്തരത്തിൽ പരിഹരിക്കപ്പെടാൻ യോഗമുണ്ട്. നിങ്ങൾക്ക് പരിഹരിച്ച് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ നേടുന്നൊരു സമയമാണ്. പക്ഷേ അത് സ്വന്തം തൊഴിലിടത്തെ മറ്റ് സമാന ജോലി ചെയ്യുന്ന നിങ്ങളുടെ സഹപ്രവർത്തകർക്കൊരു ശരിയായൊരു അസൂയ അവർക്കുണ്ടാകുന്നതാണ്. കുടുംബകാര്യങ്ങളിലൊക്കെ നിർണായകമായ പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇതിലെടുത്തു പറയേണ്ടത് ഈ രോഹിണി നക്ഷത്രക്കാരുടെ മാതാവിന് രോഗം ഉണ്ടാകുന്ന സമയം. രോഗമുണ്ടെങ്കിൽ അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. അനാരോഗ്യം ആണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കടുത്ത മനോവിഷമം, മാതാവിൻ്റെ ആരോഗ്യത്തെ ചൊല്ലി മനോവിഷമം ഉണ്ടാവും. നിങ്ങൾ അധികാരഭാവത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ശുക്രചന്ദ്രന്മാരുടെ പ്രവർത്തനം മൂലം തൊഴിൽ രംഗത്ത് വളരെ അധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ്. പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വിശ്വസ്തരിൽ നിന്നൊക്കെ വിപരീതങ്ങളായ പല പ്രവർത്തനങ്ങളും ഉണ്ടാവും. വിശ്വസിച്ചവരിൽ നിന്നൊക്കെ ചതി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. അല്ലെങ്കിൽ വഞ്ചന, അല്ലെങ്കിൽ അവർ നിങ്ങളെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യാനുള്ള യോഗമുണ്ട്. നിങ്ങൾക്ക് മനസ്സ് കലുഷിതമാവുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമായ സമയമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തൊരു പുതിയ ഉണർവൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഷെയർ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ല. നോക്കി ഒക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക. ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസൊക്കെ, ഉപദേശങ്ങളൊക്കെ നേടിയിട്ട് അത് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാലങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. പൊതുവെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. എങ്കിലും ചില വഴിപാടുകളൊക്കെ കഴിച്ചാൽ ഒരുവിധം നിങ്ങൾക്ക് ഈ മാസങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതാണ്. ഇതിലെടുത്തു പറയേണ്ടത്, ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ജാതകം ഗ്രഹനില വെച്ചിട്ട് ഒരു ജ്യോതിഷനെ കണ്ട് രാശി വെച്ചിട്ട് അത് വെച്ച് പോകുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ പറയുന്നൊരു ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങളാണ്. ഇതൊരു നിങ്ങൾ ലൈഫ് ലോങ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതല്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് മുക്തി നേടാനായിട്ടൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, ഈ രോഹിണി നക്ഷത്രത്തിൽ ഈ ജീവിത പങ്കാളിയുമായിട്ട് അകന്നു കഴിയേണ്ടി വരുന്നവർ ശരിക്കും അത് 7ാം ഭാവം ചിന്തിച്ചിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ നിങ്ങളുടെ 7ാം ഭാവത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് അത് വെച്ചിട്ടുള്ള വഴിപാടുകളാണ് കഴിക്കേണ്ടത്. എന്നാലും ഞാനൊരു ഫസ്റ്റ് എയ്ഡ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമത്തെ, നിങ്ങൾ ഗണപതി ഹോമം, വെള്ളിയാഴ്ച ഗണപതി ഹോമം കഴിക്കുക. അത് കഴിയാവുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗണപതി ക്ഷേത്രത്തിലുണ്ടാവും, കഴിക്കുക. രണ്ടാമത്തേതായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷ്മീനാരായണ പൂജ, ഭാര്യഭർത്താക്കന്മാരുടെ ബന്ധം ദൃഢമാകാനുള്ളതാണ്, അത് കഴിക്കാം. അതല്ല എങ്കിൽ ശിവക്ഷേത്രത്തിൽ ശിവപാർവതി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ഉമാമഹേശ്വര പൂജ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അതായാലും ഇതിലേതെങ്കിലും ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ്. ഒപ്പം നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്നതും ഗുണകരമാണ്. ശത്രുശൈല്യം ഉള്ള രോഹിണി നക്ഷത്രക്കാരെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന ഒരു 6, 12, 21 ഒക്കെ നിങ്ങൾ യുക്തിപരമായിട്ട് കഴിക്കുക. ഒപ്പം വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുക. ഗുരുതി വീട്ടിൽ സ്ഥാപിക്കുക, കൊണ്ടുവരുന്ന ഗുരുതി ജലം വീട്ടിൽ സ്ഥാപിക്കുക, നിങ്ങൾക്ക് സേവിക്കുക. ഒപ്പം ശത്രു സംഹാര പൂജയും കഴിക്കുന്നതും ഗുണകരമാണ്. മാതാവിൻ്റെ രോഗം മൂലം മനസ്സ് കലുഷിതമായിട്ടുള്ള ആൾക്കാരൊക്കെ ധന്വന്തരി ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ചിട്ട് മാതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അമ്മയുടെ പെരുന്നാളും പറഞ്ഞിട്ട് പാനകം വഴിപാടായിട്ട് കഴിക്കുകയും മാതാവിന് ഉള്ളിലേക്ക് കഴിക്കാൻ കൊടുക്കുന്നതും ഗുണകരമാണ്. നിങ്ങൾ ഒപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഹോമമോ, അത് നിങ്ങളുടെ വരുമാനം പോലെ കയ്യിലെ പണം പോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിക്കുന്നത് മാതാവിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ്. ഒപ്പം ഭഗവാനെ കൂവളമാല അല്ലെങ്കിൽ കൂവളം വില്വത്രം കാൽക്കൽ വെക്കുന്നതോ മാലയായി ചാർത്താൻ കൊടുക്കുന്നതോ ഒക്കെ അമ്മയുടെ പേരിൽ വഴിപാടായിട്ട് കൊടുക്കുന്നതൊക്കെ ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, എങ്കിലും വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി ഈ ധന്വന്തരി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ചെയ്യുന്നതും ഗുണകരമാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരുവിധം അല്ലല്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. എന്തായാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കാര്യങ്ങളൊക്കെ ഒരുവിധം മംഗളമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.